ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനൊരു കമന്റ് പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതെല്ലാം കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. നമ്മൾ ഇന്ത്യയിലല്ലേ താമസിക്കുന്നത്, നമുക്ക് കുറച്ച് ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാനൊരു വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേനും അതിന്റെ അടിയിൽ വന്ന് ഈ വിശ്വാസങ്ങളും കാര്യങ്ങളും ഇല്ലാത്തവർ കുറേ കമന്റ് ചെയ്യും. വിദേശ രാജ്യത്ത് അങ്ങനെയല്ലല്ലോ, ഇങ്ങനെയാണല്ലോ. ഓരോ രാജ്യത്തും അതിൻ്റെതായ ആചാരങ്ങളുണ്ട്. നമ്മളിവിടെ നമ്മുടെ ഇന്ത്യയിലാണ് താമസിക്കുന്നത്. ഇന്ത്യയിലാണെങ്കിലും പല പല സ്ഥലങ്ങളുണ്ട്. അപ്പൊ ആ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും, അതായത് ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു, സർവ്വ മത ആൾക്കാരും ഒന്നിച്ച് താമസിക്കുന്ന നമ്മുടെ ഇന്ത്യയിലാണ്. വിദേശ രാജ്യത്തെന്ന് പറയുമ്പം നമുക്കറിയാമല്ലോ, പാകിസ്ഥാനിൽ മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം. ഇപ്പം വല്ല ജോലിയുടെ ആവശ്യത്തിനായിട്ട് മാത്രമായിരിക്കും വല്ല ഹിന്ദുക്കളോ ക്രിസ്ത്യൻസോ ഒക്കെ അങ്ങോട്ട് ചെല്ലുന്നത്. പക്ഷേങ്കിലേ നമ്മുടെ ഇന്ത്യയിലെന്ന് പറഞ്ഞാലേ എല്ലാവരും പരസ്പരം സഹോദരന്മാരാ. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാന്നാണ് പറഞ്ഞത്. അല്ലാതെ മുസ്ലിം എൻ്റെ സഹോദരനല്ല, ഞാൻ ഹിന്ദുവാ, എൻ്റെ സഹോദരന്മാർ ഹിന്ദുക്കൾ മാത്രമാണെന്നൊക്കെയാണോ പറയുന്നത്? ഒന്നുമല്ലല്ലോ. അപ്പൊ നമ്മൾ ആരൊരു വീഡിയോ ഇട്ടാലും അതിന്റെ അടിസ്ഥാനം അല്ലെ ആ വീഡിയോ മൊത്തം കണ്ടിട്ട് വേണം വന്ന് കമന്റ് ബോക്സിൽ വന്നിരുന്ന കമന്റ് ചെയ്യാനായിട്ട്. ഇത് നമ്മുടെ വേടൻ ഒരു പട്ടീനെ വളർത്തി. ആ പട്ടിക്ക് ബുദ്ധൻ എന്ന് പേരിട്ടു. എന്താ കുഴപ്പം? നമുക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓമനിച്ച് പിറക്കി ഏറ്റവും നല്ല പേരിടാനായിട്ടല്ലേ നോക്കുള്ളൂ. എന്ന് പറഞ്ഞോണക്ക് ആ മൃഗങ്ങളോടും നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ളത് പോണക്ക് തന്നെ സ്നേഹം ഉണ്ടാകും. അപ്പം നമ്മൾ ഏറ്റവും അധികം നല്ല പേര് തെരഞ്ഞു നോക്കിയിടും. അപ്പം ബുദ്ധൻ നിട്ടതിൻ്റെ അകത്ത് എന്നാ തെറ്റ്? ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നു ഒരു പട്ടി ഉണ്ടായിരുന്നു, ഞാൻ അവനെ ഓമനിച്ച് വളച്ചോണ്ടിരുന്ന പിള്ളാച്ചാന്ന് വിളിച്ച. അന്നും പറഞ്ഞുകൊണ്ട് എന്നെ പിള്ള ആയിട്ടാണോ? ഒന്നുമല്ല. ഞാൻ അവന്റെ പേര് ഒറിജിനൽ അർജുന. അർജുനൻ നമുക്ക് മക്കൾക്ക് പേരെടുത്തില്ലേ? അതിൻ്റെ അകത്തൊന്നും ഒരു തെറ്റും കണ്ടുപിടിക്കേണ്ട ഒരു കാര്യവും ഇല്ലെന്ന്. കുറേ ഇണങ്ങൾ വന്നിരുന്ന് കുത്തി തിരിച്ചോളൂ, ആ ജാതി ഈ ജാതി എന്നും പറഞ്ഞോണ്ട്. വേടന്റെ പട്ടിക്ക് ഇട്ടിരിക്കുന്ന പേര് പോലും ബുദ്ധൻ എന്നാണ്. എന്തുകൊണ്ടാണ് ബുദ്ധൻ എന്ന പേരിട്ടത്? പേഴ്സണൽ ചോയ്സ് ആണെങ്കിൽ എന്തുകൊണ്ട് മുഹമ്മദ് എന്നിട്ടില്ല? നിങ്ങൾക്കൊരു വളർത്തുകുട്ടിയോ പൂച്ചയോ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു പേരിടൂ. ഇടില്ല. ഇസ്ലാമിക സാഹചര്യം അതാണ്. എന്റെ പട്ടിക്ക് ഞാനൊരു മുസ്ലിം പേരിട്ടാ ഞാൻ തൂങ്ങിച്ചാവേണ്ട അവസ്ഥയാണ്. നിങ്ങൾ തൂങ്ങിച്ചാണ്ട, നിങ്ങളെ ഈ ഭൂമുഖത്തുനിന്ന് മാറ്റാൻ അവർക്കറിയാം. ആദ്യമേ തന്നെയുണ്ടല്ലോ ഈ ജാതി എടുത്ത് കളയാങ്കിൽ തന്നെ കോണം പിടിക്കും. ഒരു കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴെങ്ങനെയാ ജനിക്കുന്നത്? അവർ മനുഷ്യ കുഞ്ഞായിട്ടാണ് ജനിക്കുന്നത്, അല്ലാതെ ജാതിയുടെ അടിസ്ഥാനത്തിലൊന്നും അല്ല ജനിക്കുന്നത്. ജനിച്ചു കഴിഞ്ഞിട്ടാണ് ഓരോരുത്തരും ഓരോ മതത്തിന്റെ അടിസ്ഥാനത്തിൽ, ക്രിസ്ത്യനാണെ കൊണ്ട് മാമോദീസ മുക്കും, മുസ്ലിംസ് ആണെങ്കിൽ അതിന്റെ രീതിയിൽ ചെയ്യും, ഹിന്ദുക്കളാണെങ്കിൽ ഒന്നും ചെയ്യാറില്ല, 28 കെട്ടി പേര് വിളിച്ചു. അവൻ ജനിക്കുമ്പോൾ തന്നെ ഹിന്ദുവാന്നാ പറയുന്നത്. എങ്കിൽ പോലും ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ നിയമങ്ങൾ അല്ലെ ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. അത് മാത്രം കണക്കിലെടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ഈ പ്രശ്നങ്ങളുടെയും കുത്തിത്തിരിപ്പിന്റെയും ഒന്നും ആവശ്യമില്ല. വേടൻ പേരിട്ടു, എന്താ കുഴപ്പം? നിങ്ങൾ പറയൂ. ഞാനിവിടെ എന്റെ കൊച്ചിനെ കളിയാക്കി അല്ലെ തമാശക്ക് അല്ലെ എന്തെല്ലാം പേരുകൾ വിളിക്കും. എനിക്കാണെ വേടൻ എന്നുള്ള പേര് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ നമ്മുടെ മാരാരെന്ന് കൊണ്ടുവന്ന് വെച്ചു. ആർക്കാ പരാതി? ഒരിടയ്ക്ക് ആ പുള്ളിയുടെ ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന കേട്ടു, ഈ മാരാരെന്ന് കൊണ്ട് വെച്ചതിന്റെ അർത്ഥം എന്നാന്ന്. ഉടനെ അഖിൽ അതിന് നല്ല ചുട്ട മറുപടി പറഞ്ഞു, ഞാൻ മാരാനാവുകൊണ്ട് എന്റെ പയറിന്റെ അറ്റത്ത് ഞാൻ മാരാനെന്ന് ചേർത്തു, അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞതോണക്ക് നമ്മൾ അമ്പലത്തിൽ പോകുന്നവര് അമ്പലത്തിൻ്റെതായ ആ ചിട്ടവട്ടങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ പോണത്. അല്ലാതെ നമ്മൾ ക്രിസ്ത്യൻസിന്റെ ചിട്ടവട്ടങ്ങളിലെ കൂടെ അവര് പോകും. എങ്കിൽ പോലും നമ്മൾ എന്തോരം ഹിന്ദുക്കൾ പള്ളിയിൽ പോകുന്നുണ്ട് ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്തോരം ഹിന്ദുക്കൾ പള്ളിയുടെ ആചാരത്തിൽ പോയി പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങൾ നേടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദുക്കളുടെ പള്ളിയിൽ അല്ലെ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഓരോ വഴിപാടുകൾ ചെയ്ത് എന്തെല്ലാം കാര്യങ്ങൾ നടന്നു. അതുപോലെ തന്നെ മുസ്ലിം പള്ളിയിൽ എന്തോരം കാര്യങ്ങൾ നടത്തുന്നു. അതായത് ഞങ്ങളുടെ തൊടുപുഴയിലെ കലയന്താനി മുസ്ലിം പള്ളിയിൽ ഏതൊരു ബസ് കടന്നു പോയാലും ആ കലയന്താനിയിൽ വാവയുടെ പള്ളിയിൽ നേർച്ചയിടാണ്ട് ഒരു ബസ്സുകാരും കടന്നു പോവില്ല. അതും ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല അവിടെ നേർച്ചയിട്ടിട്ട് പോണത്. ഓരോ വിശ്വാസങ്ങളാണ്. വിശ്വാസമാണ് നമുക്ക് ഏറ്റവും വലുത്. വിശ്വസിക്കാത്തവർ വിശ്വസിക്കേണ്ടെന്നേ. എന്തെങ്കിലും ആരെയും ഒരു വീഡിയോ ഇടുമ്പോഴത്തേനും മൂട്ടി വന്നിരുന്നേച്ചും കഴിഞ്ഞ് വെച്ചിട്ട് ഈ അനാവശ്യങ്ങളൊക്കെ പറയേണ്ട വല്ല കാര്യങ്ങളും ഉണ്ടോ? വേറെ ഒരു പണിയില്ലെങ്കിൽ. നിങ്ങളിൽ എത്ര പേർക്കറിയാം ശബരിമലയിൽ പോയാൽ വാവർക്ക് കൊടുക്കാതെ അയ്യപ്പനെ കാണാൻ പറ്റുമോ? അയ്യപ്പന് കൊടുക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ ഇടയ്ക്ക് പോലും ജാതിയും മതവും ഇല്ല. അവരെല്ലാം ഒറ്റക്കെട്ടാണ്. ദൈവങ്ങൾ പോലും സഹോദരങ്ങളാണ്. അപ്പോഴാണ് ഇവിടെ കിടന്നുകൊണ്ട് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്. അന്യജാതിക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ ദുരഭിമാന കൊല നടത്തുന്നു, അവിടെ വെട്ടുന്നു, കൊത്തുന്നു. ഈ കഴിഞ്ഞ ദിവസമല്ലേ നമ്മുടെ നീനുവിന്റെ കല്യാണം കഴിഞ്ഞത്, കേബിന്റെ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞത്? അതൊരു ദുരഭിമാന കൊലയായി പോയില്ലേ? ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ട്. എന്നിട്ട് എന്ത് നേടി?
എന്തെങ്കിലും ഇങ്ങനെ ചെയ്തവർക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചെങ്കിൽ ഞാൻ എൻ്റെ ഈ വീഡിയോ നിർത്തി ഞാൻ നിങ്ങൾ പറയുന്ന ഇത് പ്രായച്ചത്തെ ഞാൻ ചെയ്യാം. ഈ ദുരഭിമാന കൊല ഒരാളുടെ ജീവൻ എടുക്കാൻ നിനക്കൊക്കെ ആരാ അവകാശം തന്നത്? ആർക്കും അവകാശമില്ല. ജീവൻ കൊടുക്കുന്നതും ദൈവം തിരിച്ചെടുക്കുന്നതും അങ്ങേരാ എടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ വേടൻ പല രീതിയിലുള്ള പാട്ടെഴുതും. എന്തിനാന്നേ തെറ്റ് ചെയ്തില്ലെങ്കിൽ അവന്റെ പാട്ടിനെ പേടിപ്പിക്കുന്നത്? അവന്റെ പാട്ടിനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. പ്രധാനമന്ത്രി പേടിക്കുന്നു, മുഖ്യമന്ത്രി പേടിക്കുന്നു, രാഷ്ട്രീയക്കാർക്ക് പേടി, ഇത് കൂട്ടുള്ള സംഘികൾക്ക് പേടി. വേടന്റെ സാഹിത്യം രാജ്യദ്രോഹം ഉൾക്കൊള്ളുന്നതാണ്. വേടന്റെ സാഹിത്യം സാമൂഹ്യ വിഭജനം ഉണ്ടാക്കുന്നതാണ്. വേടൻ കടന്നു വന്ന സാഹചര്യം വെച്ച് അവന്റെ മനസ്സിലുണ്ടായിട്ടുള്ള വിഷമങ്ങളും മുറിവുകളും വെച്ച് പ്രയാസങ്ങളും വെച്ചാണ് അവൻ ഓരോ പാട്ടും എഴുതുന്നത്. എനിക്ക് ആ പാട്ടുകളൊക്കെ ഞാൻ എത്രയോ തവണ കേൾക്കുന്നു. നമ്മൾ ഒരു ജാതിയുടെ അടിസ്ഥാനത്തിലും ഒന്നും വെച്ച് ആ പാട്ട് കേൾക്കണ്ട. അല്ലാതെ നമ്മളൊന്ന് കേട്ട് നോക്കിക്കേ, എന്ത് നല്ല ഇമ്പമുള്ള പാട്ടാ. നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുകയല്ലേ. ഇപ്പൊ ഒരു കല്യാണ സ്ഥലത്ത് എന്നോട്ടെ, ഏതൊരു പരിപാടിക്ക് എന്നോട്ടെ, ഈ വേടന്റെ പാട്ടല്ലേ ഉള്ളൂ. എം ജി ശ്രീകുമാർ പറഞ്ഞു, ഏത് വേടൻ? ഞാൻ ഈ ഒരു വേടനെ അറിയാലെന്ന്. എനിക്ക് ഈ വേടൻ എന്ന് പറഞ്ഞ ആളിനെ എനിക്ക് അറിഞ്ഞൂടാ, ഒന്ന്. രണ്ടാമത് അദ്ദേഹത്തിന്റെ എന്താണ് സ്റ്റേജ് ഷോസ് ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഈ എം ജി ശ്രീകുമാർ ഇത്രയും നാളും നടത്തിയ ഗാനമേളയ്ക്കൊക്കെ പോയിരുന്ന കണ്ട ആളിനെ കഴിഞ്ഞും വേടം നടത്തിയ ഒരു പ്രോഗ്രാമിന് അതിന്റെ 10 ഇരട്ടി ജനമല്ലേ കൂടിയത്. എന്തൊക്കെ പറഞ്ഞാലും എം ജി ശ്രീകുമാർ ഒരുപാട് പാട്ടുകൾ, ആയിരക്കണക്കിന് പാട്ടുകൾ പാടിയിട്ടുണ്ട്. പുള്ളി സ്വയം എഴുതിയതല്ല, മറ്റൊരാൾ എഴുതിയ വരികളാ പുള്ളി പാടിയത്. പക്ഷേങ്കിൽ വേടൻ സ്വന്തമായിട്ട് എഴുതിയ വരികളാ പാടുന്ന. അവൻ കടന്നു പോകുന്ന തീ കനലിൽ ചവിട്ടിയ വഴികളിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഓരോ വരികളിലും തീപ്പൊരി ചെതറുന്നത്. ഇത് അതുപോലെ തന്നെ ഞാൻ പറയാം, ഏതൊരു വേദിയിൽ ആരൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാലും ചേർത്ത് പിടിച്ച് നിന്ന് ഇങ്ങനെ വേടൻ ഫോട്ടോ എടുക്കും. ഒരു കൊച്ചു കുഞ്ഞാണെങ്കിൽ സ്റ്റേജിൽ ഇങ്ങനെ എടുത്തുയർത്തി അവന്റെ ഡ്രസ്സിന്റെ വലിപ്പം നോക്കത്തില്ല, ഭംഗി നോക്കത്തില്ല, അവരുടെ സാമ്പത്തിക സ്ഥിതി നോക്കിയിട്ടൊന്നുമല്ല വേടൻ ഇടപെടുന്നത്. പക്ഷെ മറ്റുള്ള പ്രമുഖരൊക്കെ എന്താ ചെയ്യുന്നത്? ഒന്നെങ്കിൽ ഒരു ഫോട്ടോയ്ക്കൊക്കെ ചെല്ലും, അല്ലെ ഒരു സെൽഫി എടുക്കുമ്പോൾ ഒന്നെങ്കിൽ ഫോൺ മേടിച്ചു മാറ്റി. ആര് പറഞ്ഞു എന്റെ ഫോട്ടോ എടുക്കാൻ? ആര് നിനക്ക് അനുവാദം തന്നു എന്ന് ചോദിക്കും. പക്ഷെ ഒരിക്കലും വേടൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു പയ്യന്, അതാണ് ജനങ്ങൾ അവനെ സ്നേഹിക്കുന്നവർ അവനെ ഹൃദയത്തിലേറ്റിയത്. ദൈവത്തെ ഓർത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് മനുഷ്യരായിട്ട് ജീവിച്ചാൽ മതി. ഈ ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തമ്മിത്തല്ലും കൂട്ടിയിടിയും വേണ്ട. മഞ്ഞക്കണ്ണുള്ളവർ എവിടെ നോക്കിയാലും മഞ്ഞച്ചേ ഇരിക്കുള്ളൂ. 60 വയസ്സിന് മേളിലോട്ടുള്ള ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ അവരിപ്പോഴും ഈ ജാതി പിടിച്ചുകൊണ്ടിരിക്കും. കുറെ എണ്ണം പറയും ജാതിക്ക് ജാതി എന്നെ കുണ്ടിക്ക് കോരണ്ടിയെ ചെയ്തോളന്ന്. എപ്പോഴും ഈ ജാതി പിടിച്ചോണ്ടിരിക്കും. ആ ജാതിയൊക്കെ പോയി തൊലയട്ടെന്നേ. നമുക്ക് മനുഷ്യജാതി രണ്ടേ ഉള്ളൂ, ആണും പെണ്ണും. അവനവൻ ഇഷ്ടമുള്ളവരുടെ പങ്കാളിയുടെ കൂടെ ജീവിക്കട്ടെ. ഈ ജാതിയെ മുറുക്കി പിടിച്ചോണ്ട് നിൽക്കുന്നവർ ചിലപ്പോൾ ഒരു യാത്രയിലെ ഒരാക്സിഡന്റ് ഉണ്ടായി, ചിലപ്പം നമ്മൾ വഴി കിടന്നു കഴിയുമ്പം ചിലപ്പം ഹിന്ദുവോ മുസ്ലിമോ ആരെങ്കിലും ആയിരിക്കും നമ്മളെ ചിലപ്പോൾ എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ബ്ലഡിന് ആവശ്യമുണ്ടെങ്കിൽ ഈ എടുത്തോണ്ട് പോകുന്നവരുടെ സന്മനസ്സുകൊണ്ട് അവരുടെ ബ്ലഡ് ആയിരിക്കും നമ്മുടെ ശരീരത്തോട്ട് ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പം ഇത് അയ്യോ അത് മുസ്ലിമിന്റെ ബ്ലഡാ, ഇത് ഞാൻ ഹിന്ദുവാന്നും പറഞ്ഞുകൊണ്ട് ആ ബ്ലഡ് ശരീരത്തിൽ കയറാതൊന്നും ഇരിക്കത്തില്ലല്ലോ. അപ്പൊ എവിടെ പോയി ഈ ജാതി? അവനവന്റെ ജീവൻ പിടിച്ചു നിർത്തി തരുന്നത് ഏതൊരു വ്യക്തിയാണോ അവനാണ് മനുഷ്യൻ, അല്ലാതെ അവിടെ ജാതി ഒന്നുമില്ല. ഈ ജാതി കോമരത്തിനെയൊക്കെ ഉണ്ടല്ലോ ആദ്യമേ തല്ലി പുറത്താക്കി കളയണം നമുക്ക്. പിന്നെ ഞാൻ ഇത്രയും നിന്നിങ്ങനെ പറയുമ്പം ഇതുപോലെയുള്ള ആൾക്കാർ വീണ്ടും വന്ന് കമന്റ് ഇട്ടിട്ട് ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ ജാതി മാറി കെട്ടിയിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജാതിയെ തന്നെയല്ലേ കെട്ടിയെന്ന് ചോദിക്കും. ഇനിയിപ്പം ഞാൻ ജാതി പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇതൊരു വിഷയം നിങ്ങൾ എടുത്തിട്ടേക്കരുത്. ഞങ്ങൾ നായർ സമുദായത്തിൽപ്പെട്ടവരാണ്. പക്ഷേങ്കിൽ ഇതേണ്ട എൻ്റെ മോൻ വിഷ്ണു കെട്ടിയേക്കുന്നത് ക്രിസ്ത്യാനി കൊച്ചിനെയാണ് കെട്ടിയേക്കുന്നത്. അതുപോലെ എൻ്റെ ആങ്ങളമാരുടെ മക്കളൊക്കെ ഒരേ ജാതിയിൽപ്പെട്ടവരെ ഒന്നും അല്ല കല്യാണം കഴിച്ചേക്കുന്നത്. എനിക്ക് അതിൽ പറയുന്നതിന് ഒരു മടിയില്ല. ജാതി എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും 2 ജാതി മാത്രമേ ഉള്ളൂ. മനുഷ്യ ജാതി അതായിരിക്കണം. അത് ഞാൻ ഒന്ന് പറഞ്ഞിട്ട് മറ്റൊന്ന് പ്രവർത്തിക്കുവാണെങ്കിൽ അത് ശരിയാണ്, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ഉടനെ വന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ ഇതിന് മറുപടി പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും ഒരൊറ്റ കുടുംബം മോണക്ക്, ജാതി മത ഭേദമന്യേ നമ്മളെല്ലാവരും ഒറ്റ ഒരു കുടുംബം മോണക്ക് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നമ്മൾ ജീവിക്കും.
അതാണ് അതിന്റെ ശരി. ഇനി ഒരു ജാതിയുടെയും പേരിൽ ഒരു ജാതി കോമരങ്ങൾ ഉറഞ്ഞു തുള്ളാതെ ഒരിടത്തും ഒരു ചോര പൊടിയാതെ ഇരിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ടാറ്റ ബൈ ബൈ ഒക്കെ.